പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 13-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹവും സന്തോഷവും നന്മയാലിൽ നിറയുന്ന ഒരു ധന്യദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം. ദ ബുക്ക് ഓഫ് എസ്തേർ ചാപ്റ്റർ 8 വേഴ്സ് 2 നാം ഇപ്രകാരം വായിക്കുന്നു. രാജാവ് ഹാമാന്റെ പക്കൽ നിന്നും എടുത്ത തന്റെ മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ വീടിന് മേൽ വിചാരകനാക്കി വെച്ചു. സ്ത്രീകളുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങളാണല്ലോ എസ്തേറും രൂത്തും. 2 വ്യത്യസ്തമായ പ്രമേയങ്ങളിൽ കൂടി ഒരേ കാര്യം വ്യക്തമാക്കുന്ന 2 സ്ത്രീനാമധേയ ഗ്രന്ഥങ്ങൾ. എസ്തേറിന്റെ പുസ്തകത്തിലെ ഇതിവൃത്തം നമുക്കേവർക്കും പരിചിതമാണ്. ആ സംഭവങ്ങളിലേക്കൊന്നുമല്ല ഇന്ന് ജീവജലത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന. ഇവിടെ നാം വായിച്ചു കേട്ടത് ഹാമാന്റെ കയ്യിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജാവ് തന്റെ മുദ്രമോതിരം ഊരിക്കൊടുത്തു. അത് എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നു. 127 സംസ്ഥാനങ്ങളിലേക്ക് ഹാമാൻ ഇഷ്ടമുള്ളതുപോലെ കൽപ്പന എഴുതി രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് മുദ്രയിട്ട് അയക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഹാമാന്റെ അവസ്ഥ എന്താണ്? ഹാമാന് ലഭിക്കപ്പെട്ട പദവികളും സ്ഥാനങ്ങളും എല്ലാ സമ്പത്തുകളും എവിടെ, ആരുടെ കയ്യിൽ എത്തി? 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹാമാന്റെ വീട് രാജാവ് എസ്തേറിന് കൊടുത്തു. ആ വീടിന്റെ മേൽവിചാരകനാക്കി എസ്തേർ മൊർദെഖായിയെ നിയമിച്ചു. നോക്കണേ ദൈവത്തിന്റെ പദ്ധതി. മാത്രമല്ല, ഏത് മോതിരം കൊണ്ട് യഹൂദനെ, ഇസ്രായേൽ ജനത്തെ ദ്രോഹിക്കുവാൻ പദ്ധതിയിട്ടോ ആ മോതിരം ഇപ്പോൾ ആരുടെ കയ്യിലെത്തി? ഇതൊക്കെ ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഉള്ളു തുറന്ന് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ, സ്തോത്രം പറഞ്ഞാൽ മതിയാവും. നമ്മൾ നമ്മുടേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ആകമാനം തട്ടി വീണ് മറ്റൊന്നും കാണാതെ, ദൈവം നടത്തുന്ന വഴികളൊന്നും ഓർക്കാതെ, എൻ്റെ പനി, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ വീട്, എൻ്റെ ജോലി, എൻ്റെ കാറ്, എൻ്റെ പണം, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മളങ്ങ് സജീവമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മറ്റൊന്നും നമ്മൾ അറിയുന്നില്ല, കാണുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ പിശാച് നമ്മളെ ചില കൊച്ചു കാര്യങ്ങളിൽ തളച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്നും പുറത്തു വരണം. കാരണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്, നൽകിയിരിക്കുന്നത് ഇതിനെക്കാട്ടിൽ എത്രയോ ഉന്നതമാണ്, വലുതാണ്. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഫോൺ കോള്, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എളുപ്പം നേരിട്ട ഒരു ആരോഗ്യ പ്രയാസം, അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ നമ്മളെ വേറെ ഒന്നിനും കൊള്ളുകയില്ല, ദൈവവുമില്ല, പ്രാർത്ഥനയില്ല, സന്തോഷവും ഇല്ല. നമ്മളായിരിക്കുന്ന സാഹചര്യം കൂടെ നമ്മൾ നശിപ്പിച്ചു കളയും. അങ്ങനെയല്ല. ദൈവം ഒരുക്കുന്ന വഴി എത്ര ഉന്നതമാണ്. വെറുതെ അല്ല വചനം പറഞ്ഞിരിക്കുന്നത് അഗോചരമാണെന്ന്.
അതേ പ്രിയമുള്ളവരെ, ഇതാ നോക്കുക, ഇസ്രായേൽ ജനത്തെ, യഹൂദനെ മുടിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഹാമാൻ നാമാവശേഷമായി. ഹാമാൻ തകർന്ന തരിപ്പടമായി. ഹാമാന്റെ വീടിന്റെ ഉടമസ്ഥത ഇപ്പോൾ എസ്തേറാണ്. അത് നോക്കി നടത്തുന്നത് മൊർദെഖായിയാണ്. യഹൂദ ജനത്തെ തകർക്കുവാൻ കൽപ്പനയ്ക്ക് മുദ്രയിട്ട മോതിരം ഇപ്പോൾ ദൈവമക്കളുടെ കയ്യിലാണ്. ദൈവത്തിന്റെ വിശ്വസ്തത പറയുകയാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. മുദ്രമോതിരം രാജാവ് ഊരി എസ്തേറിന്റെ വശം മൊർദെഖായിയുടെ കരങ്ങളിൽ എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ഞാനും നിങ്ങളും വിഷമിക്കുന്ന, ഭാരപ്പെടുന്ന, നമ്മുടെ അർഹതപ്പെട്ട, നമ്മൾ കണ്ണുനീരൊഴുക്കിയ, നമ്മൾ പ്രാർത്ഥിച്ച, നമ്മൾ ഉപവസിച്ച നമ്മുടെ വിഷയം നിശ്ചയമായും നമുക്ക് നൽകി തരും. പ്രിയമുള്ളവരെ, 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹൂദനെതിരെ ഈ വലിയ നിയമത്തിന്റെ മറ്റൊരു വശങ്ങളിലേക്ക് മാറുന്നത് കണ്ട് മൊർദെഖായി വസ്ത്രം കീറി ചാക്കുശീല ധരിച്ചുകൊണ്ട് പട്ടണത്തിൽ നിലവിളിച്ച് ഉപവസിച്ചത് നാം കാണുന്നുണ്ട്. ആ നിലവിളി തമ്പുരാൻ കേൾക്കാതിരിക്കുമോ, മാനിക്കാതിരിക്കുമോ? അതെ, ഹാമാന് ഒരു ബ്രാക്കറ്റ് പീരീഡിൽ നമ്മളെ കുരുക്കുവാൻ പറ്റും, നമ്മളെ തളർത്തുവാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉള്ളതാണ്. ഒരു കൊച്ചു കാലയളവിലേക്ക് നമ്മളെ ഒരുപക്ഷെ തളർത്തുവാൻ, നശിപ്പിക്കുവാൻ, വേദനിപ്പിക്കുവാൻ, പിന്തിരിപ്പിക്കുവാൻ, നമ്മളൊന്ന് സോക്കോൾഡ് അവസ്ഥയിൽ എത്തുവാനൊക്കെ ഇടയായെന്നിരിക്കാം. എന്നാൽ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ പൂർവാധികം ശക്തിയോടെ മടങ്ങി വരും. കാരണം ശത്രുവിന്, പിശാചിന് ആത്യന്തികമായ വിജയം ഒരു ദൈവ പൈതലിന്മേൽ ഇല്ല. കാരണം ഒരു ദൈവ പൈതലും മാത്രമേ വിജയിക്കുകയുള്ളൂ, ശക്തനായി തിരിച്ചു വരികയുള്ളൂ. അതാണ് ഇവിടെ നാം കാണുന്നത്. നമുക്ക് അവകാശപ്പെട്ടത്, നമ്മുടെ കുഞ്ഞുങ്ങിന് അവകാശപ്പെട്ടത്, നമ്മൾ ലഭിക്കേണ്ട നന്മ താൽക്കാലികമായി ചിലർ പിടിച്ചു വെച്ചു എന്ന് വന്നേക്കാം, നമ്മിൽ നിന്നും അപഹരിച്ചു എന്ന് വന്നേക്കാം, താൽക്കാലികമായി നമ്മിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് വന്നേക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിന്റെ പലിശയോടും കൂട്ടുപലിശയോടും കൂടെ മടക്കിത്തരുന്ന ഒരു ദൈവമാണ്. അതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആകയാൽ വേദനയോടെ, സങ്കടത്തോടെ, വിഷമത്തോടെ എന്റെ എല്ലാം നഷ്ടമായി, അർഹതയുള്ളത് മുഴുവനും പിടിച്ചുകൊണ്ടുപോയി, അവരും മിടുക്കരായതുകൊണ്ടും അതിബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടും എന്റെ കയ്യിൽ നിന്നും പോയി, എനിക്കൊന്നുമില്ല, നഷ്ടമായി. മുൻപോട്ട് നോക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളെ മനഃപൂർവമായി ചതിച്ച്, നിങ്ങൾ ചതിയിൽപ്പെട്ട് നഷ്ടപ്പെട്ട് കടബാധ്യതയിലാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രയാസത്തിലാണോ? എന്താണ് ഇന്ന് നേരിടുന്ന വിഷയം? ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസവും ഒന്നും വെറുതെയായി പോവുകയില്ല. അതെ, മൊർദെഖായും കൂട്ടരും ദൈവസന്നിധിയിൽ അഭയാചന കഴിച്ചത് സ്വർഗം മാനിച്ച് അവർക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും മടക്കി കൊടുക്കുകയും അവർക്കെതിരെ പ്രവർത്തിച്ച ഹാമാനെ, ഹാമാന്റെ വീട്ടിൽ ഉയർത്തിയ, ഹാമാൻ പണിത അതേ കഴുമരത്തിൽ തൂക്കിയ ഒരു ദൈവം. അങ്ങനെയെങ്കിൽ നമ്മുടെ ശത്രുവിനെ തൂക്കാനൊന്നുമല്ല, അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാ. ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ നഷ്ടങ്ങളെ, നമുക്ക് അർഹതപ്പെട്ടതിനെ, നമ്മളെ വേദനിപ്പിച്ചതിനെ, നമ്മിൽ നിന്ന് പിടിച്ചു പറിച്ചതിനെ അതിന്റെ പൂർണ്ണ അർഹതയോടും മാനത്തോടും നമ്മിലേക്ക് മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിക്കുക. നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ എസ്തേർ ഈ തന്റെ രണ്ടാനച്ഛനായ വളർത്തപ്പനായ മൊർദെഖായിയെ കുറിച്ച് രാജാവിനോട് പറഞ്ഞപ്പോൾ, അതെ, രാജാവ് ഈ മൊർദെഖായിയെ തനിക്ക് മുഖം കാണിക്കുവാൻ പ്രവേശനത്തിന് അനുവാദം കൊടുത്ത് ഇതിന്റെയൊക്കെ മേൽവിചാരകനാക്കി എസ്തേർ വെക്കുവാൻ ഇടയായിത്തീർന്നു. എത്ര ശ്രേഷ്ഠകരമായ അവസ്ഥ! അതെ, ഹാമാന്റെ കഴുകുമരത്തിൽ തൂക്കുവാൻ പദ്ധതിയിട്ട അതേ മൊർദെഖായി ഇപ്പോൾ ഉയർന്ന നിലയിലേക്ക് ദൈവം മാറ്റിയെടുത്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുനീരിനും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും നിശ്ചയമായും
പ്രതിഫലമുണ്ട്, ഫലമുണ്ട്, വെറുതെ ആയി പോകുകയില്ല. ചില നാളുകളായി ആൺമക്കളെ ഓർത്ത്, പെൺമക്കളെ ഓർത്ത് കണ്ണുനീര് പൊഴിക്കുന്ന, ഉപവസിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഏത് തന്നെയാണെങ്കിലും, എത്ര പഴകിയതാണെങ്കിലും അതിന്മേൽ പ്രവർത്തിക്കുന്ന, വിടുതലെടുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എന്നാൽ ഇടയ്ക്ക് ചില പ്രയാസത്തിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. ശരിയാണ്, മൊർദെഖായും കൂട്ടരും വളരെ പ്രതികൂലത്തിലായി. അതെ, രാജ്ഞിയായിരുന്ന എസ്തേറിനോട് വെല്ലുവിളിച്ചു തന്നെ പറയേണ്ടതായിട്ട് വന്നു. നീ രാജസ്ഥാനത്തായോണ്ട് താൽക്കാലികമായി രക്ഷപ്പെട്ടു എന്ന് തോന്നിയേക്കാം, പക്ഷെ അതല്ല, പൂർണ്ണ രക്ഷ അതല്ല. ആ വെല്ലുവിളിയുടെ മുമ്പാകെ എസ്തേർ പോലും നടുങ്ങി. ഇതാ, ഉപവസിച്ച് രാജസന്നിധിയിൽ ചെല്ലുവാൻ ഒരു അനുവാദവും ഇല്ലാത്ത സമയത്തും പ്രാർത്ഥനയോടെ കടന്നു ചെന്നതായും അത് ഒരു വിടുതലിലേക്ക് നയിച്ചതായും വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ജീവജലത്തിന്റെ പ്രേക്ഷകരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും. ശത്രുവിന്റെ മുമ്പാകെ നമ്മെ എങ്ങനെ മാനിക്കണമെന്ന് തമ്പുരാൻ തീരുമാനിക്കുകയും തമ്പുരാൻ അതിന് മറുവഴി കണ്ട് നമ്മെ എത്തേണ്ടിടത്ത് എത്തിക്കും. അങ്ങനെ ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിക്കുവാനും സാക്ഷിക്കുവാനും കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ജ്യോതിസുകളായി അന്ത്യം വരെ നിലകൊള്ളുവാനും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാമാൻ മൊർദെഖായിയോടുൾപ്പെടെ സകല യഹൂദനെയും തകർക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ അവർ ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം അവർക്ക് കൊടുത്ത വലിയ വിടുതൽ ഇന്ന് ഞങ്ങൾ കേൾക്കുവാൻ ഇടയായല്ലോ. അപ്പാ, ശത്രു പലപ്പോഴും ഞങ്ങളുടെ മേൽ ജയഭേരി മുഴക്കുമ്പോൾ, ഞങ്ങൾ തകർന്നുവെന്നും എന്നേക്കുമായി നശിച്ചുവെന്നും പൊതുസമൂഹം വിധി എഴുതുമ്പോൾ, ഞങ്ങളെ വിരൽ ചൂണ്ടി പലതും ആക്രോശിക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഒരു സമയത്ത് യഹൂദനെ തകർക്കുവാൻ മുദ്രയിട്ട ആ മോതിരം ഇന്നിതാ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ കരങ്ങളിലായി. ദൈവപൈതലിനെതിരെ കഴുകുമരം ഉയർത്തിയ ഭവനം ഇപ്പോൾ ദൈവമക്കളുടെ കരങ്ങളിൽ ദൈവം രാജാവിൽ കൂടെ മടക്കി ഏൽപ്പിച്ചു. ദൈവത്തിന്റെ എത്ര വലിയ വിശ്വസ്തമായ പദ്ധതിക്കായി സ്തോത്രമപ്പ. ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് വേണ്ടി പുതുവഴി ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ശത്രുക്കളുടെ മുമ്പാകെ ഞങ്ങളെ നിന്ദിക്കാതെ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇതാ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ജോലികൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ ആത്മീകം, ഞങ്ങളുടെ ഭൗതികം സകലവും അപ്പനോട് ഏറ്റെടുത്തിരിക്കുക. സ്തോത്രം. ഇന്നത്തെ ദിനം എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് ദൈവകൃപയോടെ ഞങ്ങളെ കാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, മൊർദെഖായിയുടെ യഹൂദന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. നമുക്കെതിരെ ആരൊക്കെ എന്തൊക്കെ വാടകോരിയാലും, എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഒരു ദൈവപൈതലിനെ കുറിച്ച് വ്യക്തമായ ധാരണ തമ്പുരാനുണ്ട്. ദൈവം തക്ക സമയത്ത് വഴിയൊരുക്കി പ്രതികൂലങ്ങളെ അനുകൂലമാക്കി ദൈവീക പദ്ധതി നമ്മിൽ നിറവേറ്റും. ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞ് ഇന്നത്തെ ചിന്തയ്ക്ക് വിരാമം കുറിക്കട്ടെ. ശത്രു നമ്മളെ ഞെരുക്കി ഞാനും നിങ്ങളും വേദനയിൽ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയ ഒരു വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മറന്നു പോകരുത്. അതാണ് മൊർദെഖായിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവർ നെടുവീർപ്പിലും വേദനയിലും കണ്ണുനീരിലും ഉപവാസത്തിലുമായിരുന്നപ്പോൾ ദൈവം മറ്റൊരു വഴി പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വേദന കൊണ്ടും സങ്കടം കൊണ്ടും നമ്മളത് ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല. എന്നാൽ ഇന്ന് ഈ വചനത്തിൽ എന്നെ കേൾക്കുന്നവർ ഉറയ്ക്കുക, വിശ്വസിക്കുക, ആശ്രയിക്കുക. സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉള്ളിടത്തോളം കാലം ഒരു ഹാമാനും നമ്മെയോ
നമ്മുടെ തലമുറയെയോ തൊടുവാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല. ജയം മൊർദെഖായിക്കും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കും. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും ജയത്തിന്റെയും ദിനമാവട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.